ശരിച്ചാ, ഈ ആകാശിക് റെക്കോർഡിൻ്റെ കാര്യം ഒന്ന് പറയാമോ? ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ആകാശിക് റെക്കോർഡിംഗ് റീഡിങ് എന്തുവാണ്, ഒന്ന് പറയാമോ? ഒരു അവയർനെസ് കൊടുക്കുമോ? ഓക്കെ, ആകാശിക് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റീസൺലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു ട്രെൻഡ് പോലെ അങ്ങ് ആയിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നോക്കിക്കഴിഞ്ഞാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് ഈസ് ലൈക്ക് 199 റുപ്പീസിന് വരെ ആകാശ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിനകത്തൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാനത് ചിന്തിക്കുകയും ചെയ്തു ഇത് എന്താ സംഭവം എന്ന്. ബട്ട് എനിവേ, നമ്മൾ ഈ ബർത്ത് റിപ്പോർട്ടൊക്കെ നമ്മൾ ഓൺലൈൻ പണ്ടൊക്കെ നമ്മൾ പോയി മാസങ്ങളെടുത്ത് എഴുതിച്ചുകൊണ്ട് വരുന്ന സാധനമായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എഴുതുന്ന ആ ബർത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിപ്പോൾ 1 മിനിറ്റിനുള്ളിൽ കമ്പ്യൂട്ടർ ജാതകം കറക്റ്റ് ജാതകം ഇപ്പോൾ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് ഇപ്പം 1 മിനിറ്റിനുള്ളിൽ വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ ബിലീഫാണ്, നമ്മൾ ഏത് വേണം എന്നുള്ളത്. അപ്പം ആകാശിക് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളൊരു സംഭവം തന്നെയാണ്. ഇതിനെ പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇതിൻ്റെ വേറൊരു വകഭേദമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നാഡീ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി പലരും ഇവിടെയൊക്കെ ഉണ്ട്, പലയിടത്തും ഉണ്ട്. നമ്മൾ പോയി താളിയോലയിൽ നമ്മുടെ ഇതെടുത്ത് നമ്മൾ പാം ഇംപ്രിൻറ്റ് കൊടുക്കുമ്പോൾ എടുത്തുകൊണ്ട് വരുന്നു എന്ന് പറയുന്ന ഇതിൻ്റെ എല്ലാം ഓരോരോ ഡിഫറെൻറ്റ് മൊഡാലിറ്റീസാണ്. ഇപ്പം ആകാശിക് റെക്കോർഡ് എന്താണ് എന്ന് പറയുമ്പോൾ, ആകാശിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം, ഓക്കെ, നമ്മുടെ ചുറ്റിനുള്ളതാണ്. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുറ്റിനും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ആകാശമാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോസ്മിക് എനർജി ഫീൽഡായിട്ട് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഒരു സോളിൻ്റെ, ഇപ്പം നമ്മുടെ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാനൊരു റിലീജിയസ് ബേസിസിലല്ല പറയുന്നത്, അതിലോട്ട് പോകുന്നുമില്ല. എന്നാലും കൂടുതലും നമ്മൾ ഹിന്ദു ബിലീഫിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നതാണ് ഒരു സോളെന്ന് പറയുമ്പോൾ അതിനൊരു ജന്മം ഉണ്ടായി, പല ജീവിതങ്ങൾ അല്ലെങ്കിൽ പല ജന്മങ്ങൾ കഴിഞ്ഞ് അതിനൊരു ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ലാസ്റ്റ് എൻഡ് പോയിന്റിലോട്ട് എത്തുന്നു. അപ്പോൾ ഈ ഒരു ജേണിയുടെ, ഒരു സോൾ ജേണിയുടെ റെക്കോർഡാണ് ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സോള് ജനിച്ചപ്പോൾ തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആ സോള് ചെയ്തു, എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ മോശം ചെയ്തു, എന്ത് ചെയ്തും എന്തൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഈ ആകാശിക് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആകാശിക് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ ആകാശയിലിരിക്കുന്ന റിപ്പോർട്ട് ആയതുകൊണ്ടാണ് ആകാശിക് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതൊരു എനർജി ഫോമിലാണ് ഇരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആകാശിക് റിപ്പോർട്ട് ആർക്കും ആരുടെയും ആകാശിക് റെക്കോർഡ് അല്ലെങ്കിൽ റിപ്പോർട്ട് താനെ അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവരവരുടെ റിപ്പോർട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരാളുടെ റിപ്പോർട്ട് നമുക്ക് റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പെർമിഷൻ എടുക്കണം, അതിൻ്റേതായ ഫോർമാലിറ്റീസും അതിൻ്റേതായ നമ്മൾ പഠിച്ചതിന് ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ആരുടെയും പെർമിഷൻ വേണ്ട, കാരണം നമ്മുടെ സോള് നമ്മളെ പെർമിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം ഇതാണ് ഒരു ബേസിക്കായിട്ട് നമ്മുടെ ആകാശിക് റിപ്പോർട്ട് അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്ന സംഭവം. അതായത് ആ സോളിൻ്റെ ഫുൾ ജേണി. ഇപ്പോൾ ചിലപ്പോൾ ചില പുതിയ സോൾസ് ആയിരിക്കും, വളരെ യങ് സോൾസ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് 4-5 ലൈഫേ ആയിട്ടുള്ളൂ. ആ 4-5 ലൈഫിൻ്റെ ജേണി റിപ്പോർട്ട്. ചിലർ ഹൺഡ്രഡ്സ് ഓഫ് ലൈഫ്സ് കഴിഞ്ഞിട്ടുണ്ടാകും, വളരെ ഓൾഡ് സോളായിരിക്കും, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ വേണമെങ്കിൽ ഒന്ന് ആകാശിക് റിപ്പോർട്ടിനകത്ത് നോർമലി എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതെന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന്. അല്ല, അതിനു മുമ്പ് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ. അതായത് നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായപ്പം മുതൽ ഏതൊക്കെ സോൾസ് ഈ എർത്തിൽ ഇൻകാർണേറ്റ് ചെയ്തിട്ടുണ്ടോ, അതായത് ജനിച്ചിട്ടുണ്ടോ, ഇപ്പം ജീവിക്കുന്നു, അതായത് ബില്യൺസ് ഓഫ് സോൾസ്. അതായത് നമ്മൾ സോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, ഹ്യൂമൻ സോൾസ്. അപ്പം ഇതുവരെ ജനിച്ചിട്ടുള്ള ഹ്യൂമൻസ്, ഇപ്പം ജീവിച്ചിരിക്കുന്ന ഹ്യൂമൻസ്, ഇനി ജനിക്കാൻ പോകുന്ന, ഇനി ഇൻകാർണേറ്റ് ചെയ്യാൻ പോകുന്ന സോൾസ്, ഈ ബില്യൺസ് ഓഫ് സോൾസിൻ്റെ എല്ലാവരുടെയും ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു സെൻട്രൽ ലൈബ്രറി ആയിട്ട് എനിക്ക് ഈ ആകാശിക് റെക്കോർഡിനെ പറയാൻ പറ്റും. ARR, അതായത് ആകാശിക് റെക്കോർഡ് ലൈബ്രറി. അത് ഒരു സെൻട്രൽ ഒരു ലൈബ്രറി തന്നെയാണ് സംഭവം. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു നോർമൽ സെൻസ് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോമൺ സെൻസ് വെച്ച് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഇത്രയും ആളുകളുടെ റിപ്പോർട്ട്സ് എങ്ങനെ, ഇത്ര ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് പീപ്പിൾ എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. അവിടെയാണ് ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന എനർജി ഫോമിലാണ് ഇത് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെറ്റാഫിസിക്സും അങ്ങനെയുള്ള സംഭവങ്ങൾ പല സയൻസും ഒത്തിരി രീതിയിൽ എക്സ്പ്ലോർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. ഇപ്പം നമ്മൾ ആ ഒരു ഫാക്ടറിലോട്ടൊന്നും ഒരു സൈഡിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ എനർജി ഫോർമാറ്റിലാണ് ഇരിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ എൻ്റെ സോളിന്
അവിടെ ഒരു സ്പേസ് കറക്റ്റായിട്ടുണ്ട്. അതായത് 101 എന്ന് പറയുന്ന ലോട്ട്, ഒരു എക്സാമ്പിൾ 101 എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്പേസ് എനിക്കായിട്ട് വെച്ചേക്കാണ്. ആ 101ൽ എൻ്റെ സോൾ ഇതുവരെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് പാർട്ട് അവിടെ ഉണ്ട്. ഇനിയും പോകുന്ന പാർട്ടുകളും എല്ലാം അത് പോകുന്നതനുസരിച്ച് ആ 101ൽ വരണം. എനിക്ക് എൻ്റെ ആകാശ റിപ്പോർട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ചാലഞ്ച് എന്താണ്? എൻ്റെ എനർജി ആ എനർജിയിൽ ഞാൻ എത്തണം. ആ ലൈബ്രറിയിൽ എത്തണം. അതിൻ്റെതായ പ്രോസസ്സുണ്ട്, അതിൻ്റെതായ പെർമിഷൻ ഉണ്ട്. എൻ്റെ ഹയർ സെൽഫിനകത്തുനിന്ന് ഞാൻ പെർമിഷൻ മേടിച്ച് ഞാൻ അവിടെ എത്തി. ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ബില്യൺസ് ഓഫ് റിപ്പോർട്ട്സ് കിടക്കുകയല്ലേ. അപ്പോൾ അവിടുന്ന് നമുക്ക് 101 എന്ന് പറയുന്ന എൻ്റെ ആ ഏരിയയിൽ ഞാൻ എത്തി, അത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അതിൻ്റെതായ ഒരു പ്രോസസ്സ് ഉണ്ട്, പെർമിഷൻസ് ഉണ്ട് അവിടെ. അതിൻ്റെതായ നമ്മുടെ കൺസെപ്റ്റ്, അത് ഒരു റിലീജിയസ് കൺസെപ്റ്റ്സ്, ഒരു മോർ ഇൻ ടു എ സ്പിരിച്വൽ കൺസെപ്റ്റ്. ചില കൺസെപ്റ്റ്സിൽ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പറയുന്ന ഗണപതി ഭഗവാനാണ് ഇതിൻ്റെ നമ്മുടെ ആകാശ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ എപ്പോഴും ഗണപതി ഭഗവാന്റെ അടുത്തുനിന്ന് പെർമിഷൻ എടുത്ത് ആണ് നമ്മൾ ആകാശിക് ലൈബ്രറിയിലോട്ട് എൻട്രി ചെയ്യണം എന്നൊക്കെ പറയും. ഇതെല്ലാം കുറച്ച് റിലീജിയസുമായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് ബിലീവ് ചെയ്യാതിരിക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ എപ്പോഴും ഒരു ആകാശ റിപ്പോർട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ റീഡിങ് ചെയ്യുമ്പോൾ സെൽഫാണ് ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് പെർമിഷൻ കൊടുക്കണം. നമ്മുടെ ഹയർ സെൽഫിൻ്റെ അടുത്തുനിന്ന് പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കുക. വേറൊരാളുടെ ആണെങ്കിൽ അയാളുടെ പെർമിഷൻ, ആ വ്യക്തിയുടെ പെർമിഷൻ ക്ലിയർ ആയിട്ട് വേണം. അതിനുശേഷം നമ്മൾ അവിടെ ആകാശ റെക്കോർഡിൻ്റെ കീപ്പേഴ്സ് ഉണ്ട്, പ്രൊട്ടക്റ്റേഴ്സ് ഉണ്ട്. അത് ആരുമാണെന്ന് നമുക്ക് ബിലീവ് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു പേര് പോലും പറയാതെ നമുക്ക് അവരുടെ പെർമിഷൻ എടുത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ മെഡിറ്റേറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻറ്റൻസ് സ്റ്റേറ്റിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആ സ്ഥലത്തെത്തി നമുക്ക് ആ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ആക്സസിങ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസിങ് പ്രോസസ്സ് നമുക്ക് മെഡിറ്റേഷനിൽ ചെയ്യാം, ഡൗസറിൽ ചെയ്യും, ചിലർ ഡൗസർ മൂവ്മെൻറ്റിൽ ചെയ്യും, മെഡിറ്റേഷനിൽ ചെയ്യും, ചിലർ ദർ ആർ ഡിഫറെൻറ്റ് വേയ്സ് ഇൻ വിച്ച് യു ക്യാൻ ആക്സസ്. അപ്പോൾ അതിലോട്ടൊന്നും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഓക്കെ ശരി. അപ്പം ഞാൻ എൻ്റെ ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തുവാ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? ഓക്കെ, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. സ്പെഷ്യലി യു ഡൂ ടാരോ റീഡിങ്സും ഒറാക്കിൾ റീഡിങ്സും എല്ലാം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ടാരോ റീഡിങ്ങിനകത്തും ഒറാക്കിൾ റീഡിങ്ങിനകത്തെല്ലാം എന്താണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എനിക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട്, അതെന്തുകൊണ്ടാണ് എനിക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നത്, അതിൻ്റെ റീസൺസ് എന്താണ്? അപ്പോൾ ടാരോ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റീസൺസ് കിട്ടുന്നു, നമ്മളത് പറഞ്ഞു കൊടുക്കുന്നു, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഒറാക്കിൾ ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു ആകാശിക് റെക്കോർഡിങ് എടുക്കുമ്പോൾ ഇറ്റ്സ് എ ബിഗ് പിക്ചർ. ഇപ്പോൾ ടാരോയുടെ അടുത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂ എന്താണ്, അതിൻ്റെ പ്രോബ്ലം എന്താണ്, എനിക്ക് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി റിലേഷൻസിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കുറേ കൂടെ ബെറ്റർ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആൻസർ കിട്ടും. ഇപ്പം ആകാശിക് റെക്കോർഡ് എന്ന് അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിപ്പോർട്ട് ഓഫ് യുവർ സോൾസ് ജേർണി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇറ്റ്സ് എ ബിഗ് പിക്ചർ. നമ്മൾ ഇതിനകത്ത് ഫിനാൻസ്, ഹെൽത്ത്, നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമാസ്, നമ്മുടെ ഇപ്പോഴത്തെ കർമാസ്, പ്ലസ് നമ്മുടെ സോളിൻ്റെ എനർജി ലെവൽ എന്താണ്, സോളിൻ്റെ കളർ എന്താണ്, നമ്മുടെ സോൾ എവിടുന്നാണ് വന്നിട്ടുള്ളത്, നമ്മുടെ സോൾ ഏറ്റവും കൂടുതൽ ജീവിച്ച എറാസ് ഏതാണ്, ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മുടെ സോൾ ഗൈഡ് ആരാണ്. ചിലർക്ക് സോൾ ഗൈഡ്സ് ഗോഡ്സ് ആൻഡ് ഗോഡസസ് വരാറുണ്ട്, ചിലർക്ക് ഫെയറീസ്, ചിലർക്ക് ബട്ടർഫ്ലൈസ്, ഇതൊക്കെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന ഒരു ബിഗ് പിക്ചറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഗെറ്റ് എ സെൽഫ് അവെയർനെസ് ഓഫ് വാട്ട് ഈസ് യുവർ സോൾ. അതായത് നമ്മുടെ സോളിൻ്റെ ഇംപ്രിൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഇപ്പം കുറേ പേരുടെ എടുത്തു വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള എക്സാമ്പിൾ പറയും. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളുടെ ആകാശിക് റെക്കോർഡിങ് ഇങ്ങനെ എടുത്തപ്പോൾ അതിനകത്ത് ഹെൽത്ത് ഇഷ്യൂവിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഏതോ പാസ്റ്റ് ലൈഫിൽ വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ അബ്യൂസീവായിട്ട് ഉള്ളൊരു പേഴ്സൺ, അയാളുടെ സ്ട്രെങ്ത്തൊക്കെ അബ്യൂസ് ചെയ്ത് ബാക്കിയുള്ളവരെ ഒത്തിരി ഉപദ്രവിച്ചുകൊണ്ട്, ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. കാരണം ഹി വാസ് വെരി ഫിസിക്കലി അജൈൽ. അപ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അബ്യൂസ് ചെയ്ത് ആ ഒരു കിട്ടിയ ഗിഫ്റ്റിനെ അബ്യൂസ് ചെയ്ത് അങ്ങനെ അത്ര ദ്രോഹിച്ച ഒരാളായിരുന്നു. അപ്പോൾ ഇയാൾക്ക് അതുപോലെ പാസ്റ്റ് ലൈഫിൽ ആ കേഴ്സ്, ആ ജന്മത്തിലെ ലൈഫിലെ കേഴ്സ് അവിടെ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ അയാളുടെ ഹെൽത്തിനെ കേഴ്സ് ചെയ്തു. അതിനുശേഷം വന്ന മൾട്ടിപ്പിൾ ലൈഫ്സിൽ അയാൾ ഓരോ ലൈഫിലും ഹെൽത്ത് വൈസ് അത് റിസോൾവ് ആയില്ല. അത് അയാൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്തും ഓരോ ലൈഫിലും ഈ ഹെൽത്ത് വൈസ് ഇഷ്യൂസ് പല രീതിയിൽ, ചില ഇഷ്യൂസിൽ ചിലപ്പോൾ ക്രിപ്പിൾഡ് ആയിട്ട് ജനിച്ചു, ചില ലൈഫിൽ അല്ലെങ്കിൽ ഒരു വളരെ
ഫിസിക്കലി ഒട്ടും അജയിലല്ലാത്തൊരു പേഴ്സണായിട്ട് ജനിച്ചു. അങ്ങനെ പല പല കേസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു അവയർനെസ് ഉണ്ടാക്കാം. അവയർനെസ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കാണ് അതിനകത്ത് എന്താണ് സൊല്യൂഷൻ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നത്. ഇന്നലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഒരാളിങ്ങനെ ചോദിച്ചു, ആകാശിക് റെക്കോർഡിംഗ് റിപ്പോർട്ട് പലര് ചെയ്യുമ്പോൾ പല രീതിയിലാണോ വരുന്നത്? ഒരിക്കലും വരാൻ പാടില്ല. ഇപ്പം ഒരു സോൾ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിയിട്ടില്ലല്ലോ. അതായത് അത് ഇപ്പം എവിടെ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ വരെ വന്ന ഒരു ജേണിയാണ് ഈ സോൾ ആകാശിക് റെക്കോർഡ് റിപ്പോർട്ടിൽ നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഹൗ ക്യാൻ ഇറ്റ് ചേഞ്ച്? ഇപ്പോൾ 1, 2, 3 ആൾ ഇപ്പോൾ ജാതകം എഴുതുന്ന പോലെയാണ്. അപ്പോൾ ജാതകം എഴുതുമ്പോൾ ഓരോരുത്തർ എഴുതുമ്പം ജാതകം മാറാൻ പാടില്ല. ആ ജാതകം മാറിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആരോ ചെയ്തത് കറക്റ്റല്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ല അത് ചെയ്തേക്കുന്നത്. പലപ്പോഴും ഇതിനകത്ത് വരുന്നൊരു ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പേഴ്സണൽ അജൻഡാസ് ചിലപ്പോൾ കയറി വരും. ഫോർ എക്സാമ്പിൾ സൊല്യൂഷൻസിലാണ് ഇവർക്ക് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ആദ്യം അവിടെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കാണിക്കണ്ടേ. ഈ സൊല്യൂഷൻസ് സെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ചെയ്യുന്നതാണ് ഇത് റീഡിങ് ചെയ്യുന്ന ഒരാളുടെ ഒരു മെയിൻ അജണ്ട എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം എസ്റ്റാബ്ലിഷ് ചെയ്യണ്ടേ. ഇപ്പം നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകാൻ കാര്യം നിങ്ങളുടെ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഇഷ്യൂസ് റിസോൾവ് ചെയ്യണമെങ്കിൽ ഈ പൂജ ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണമെന്ന് പറഞ്ഞ് സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ ചിലപ്പം ആക്ച്വലി ഇല്ലാത്തൊരു പ്രോബ്ലത്തിനെ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്നതല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതൊരിക്കലും എത്തിക്കലല്ല. ഒരിക്കലും നമ്മൾ എപ്പോഴും ആകാശിക് റെക്കോർഡിങ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ന്യൂട്രലായിട്ട് നിന്ന്, അതായത് ഞാൻ ഒരിക്കലും ജഡ്ജ്മെൻറ്റിലേ ആവാൻ പാടില്ല. വളരെ ന്യൂട്രലായിട്ട് നിന്ന് കിട്ടുന്ന റീഡിങ്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്സ് ജസ്റ്റ് ആ പേഴ്സണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന മാത്രമാണ് ഒരു ആകാശിക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് നമുക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഭയങ്കര ആങ്കർ സ്പേയേഴ്സ്, ദേഷ്യമായിട്ട് ഉള്ളവരുണ്ട്. ചില ആളുകളുടെ ഭയങ്കര ദേഷ്യം. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് അവിടെ പോയി ആ പൂജ ചെയ്യും ഈ പൂജ ചെയ്യുന്നല്ല പറയാറ്. അവരുടെ അടുത്ത് പറയുന്ന ഹോപ്പനോപ്പോ എന്ന് പറയുന്ന നമ്മുടെ ഹീലിങ്സ് ഉണ്ട്. അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യാൻ പറയും. ചിലർക്ക് ഫിസിക്കൽ അജിലിറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സൂര്യ നമസ്കാരം നമ്മൾ റിസൈറ്റ് ചെയ്യാൻ പറയും. ചിലർക്ക് ആനിമൽസിൻ്റെ അടുത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറയും. വീട്ടിലൊരു പെറ്റിനെ മേടിച്ചാൽ ചിലപ്പം അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആവുമായിരിക്കും. പക്ഷേ ഇതെല്ലാം നമ്മൾ ആ സോൾ ജേണി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്കെല്ലാം അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരും. നമുക്ക് ഓട്ടോമാറ്റിക്കലി റിലേറ്റ് ആവും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഓരോ സോൾസ് ഓരോ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അറ്റ്ലാന്റിസ് നമ്മൾ കേട്ടില്ല. അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ സോൾ ആണെങ്കിൽ അറ്റ്ലാന്റിസ് എന്ന് വരുന്ന സോൾസിന് അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ചില ആളുകൾ കൂടുതൽ ടൈമിലും ഹിന്ദു ആയിട്ട് ജീവിച്ചിരുന്നവരായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യനായിട്ട് വന്നതായിരിക്കും. പല ലൈഫിലും അവർ ഹിന്ദുസ് ആയിരുന്നെങ്കിൽ അവർക്ക് ക്രിസ്ത്യനായാലും പോയാൽ പോലും അവരുടെ മൈൻഡിൽ അവരുടെ ആ ഒരു ഹിന്ദു ഇതിനോട്ടുള്ള അഫിനിറ്റി കൂടും. ബിക്കോസ് ദേ വെയർ ഇൻ എ മാക്സിമം ലൈഫിൽ അവർ ഹിന്ദുസ് ആയിട്ട് ഇരുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ സോളിൻ്റെ മസ്കുലിനിറ്റി ഉണ്ട്, ഫെമിനൈൻ സോൾസും ഉണ്ട്, മസ്കുലിൻ സോൾസും ഉണ്ട്. അപ്പം ഇപ്പം ഈ ജന്മത്തിൽ ഞാനൊരു മാനായിരിക്കാം. പക്ഷേ എനിക്ക് മാക്സിമം ജന്മത്തിൽ ഞാൻ ഫീമെയിൽ സോളായിരുന്നെങ്കിൽ ഞാൻ മാനായാൽ പോലും എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ട്രൈനത, ആ ഒരു ഫെമിനിറ്റി എൻ്റെ കയ്യിൽ വരും. അത് എൻ്റെ കുഴപ്പമില്ല. ബിക്കോസ് മൈ സോൾ ഈസ് മോർ അലൈൻ ടു എ ഫീമെയിൽ റെസ്പോൺസസ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാക്ട്ലി കമ്പാഷനേറ്റ്, ആ ഒരു നർച്ചറിങ് മദർലി നേച്ചർ ആയിരിക്കും. അപ്പോൾ ചില ആളുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ചില ആണുങ്ങൾ ഈ ക്യാരക്ടേഴ്സ് കൂടുതൽ കാണിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അതിൻ്റെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതേപോലെ തന്നെ ചില വുമൻ ആണെങ്കിലും ഭയങ്കര ടോംബോയിഷ് ആയിരിക്കും. അത് ഇതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കൂടുതൽ ഇതിപ്പം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ വരുന്ന ഇതിൻ്റെ ബേസിക് റീസൺ ഇതാണ്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ക്രിയേറ്റ് ആവുന്നത് അത് ബിക്കോസ് അവർ ഒരു ആണായിട്ട് ജനിച്ചു, പക്ഷേ അവരുടെ മാക്സിമം സോൾ ലൈഫ് റീസൺസ് അവർ പെണ്ണായിട്ട് വരുമ്പോൾ അവർക്കൊരു സ്ട്രഗിളാണ്. അങ്ങനെയാണ് അവർ ചിലപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആവുന്നത്. ചിലർ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം ആ സോളിൻ്റെ ഡിസിഷൻസ് ആണ് കേട്ടോ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് എല്ലാവരും പറയുന്ന പോലെ ഒരു സിന്നാണ്, അതല്ല സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്, അല്ല, ഒരിക്കലും അല്ല. പിന്നെ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഇതൊക്കെ പിന്നെ കോൺട്രവേഴ്ഷ്യലായിട്ട് പിന്നെ അല്ലെങ്കിൽ വരും. ഓക്കെ, അപ്പം ശരി ശിവച്ച, താങ്ക് യു. അപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ശിവച്ച റെസ്പോണ്ട് ചെയ്യത്തില്ലേ? ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.